ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ബെസ്റ്റ് ഫയൽ ഡൗൺലോഡറാണ്. അതായത് നിങ്ങൾക്ക് ഏതൊരു ഫയൽസും സുഖമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് സ്പീഡിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഡൗൺലോഡേഴ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് ഒന്നുമില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ഇതിൻ്റെ മാനേജറിൻ്റെ പേര് ADM എന്നാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ഈ ആപ്പ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. പിന്നെ ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫയൽ, അതായത് ടൊറൻറ്റ് ഫയൽസ് പറയുമ്പോൾ നമുക്കിപ്പം അപ്ലോഡ് ചെയ്യാൻ, അതായത് PC ഗെയിംസ് ഒന്നും ഇത് വെച്ച് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിലാണെങ്കിൽ നമുക്ക് പ്രീമിയം എടുക്കണം. പ്രീമിയം എടുത്താൽ മാത്രമേ അതിൻ്റെ ഹൈ സ്പീഡ് പേജ് കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് PC-യിൽ IDM ഉള്ള പോലെ PC-യാണ് നമുക്കിപ്പം ഈ ഡൗൺലോഡേഴ്സിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നെറ്റ്വർക്ക് സ്പീഡിനെ കാട്ടിയും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആ ഫയലിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ സാധാരണ കാട്ടി നല്ല സ്പീഡ് ഡൗൺലോഡ് ആയി കിട്ടുന്ന പ്രത്യേകത. അങ്ങനെ PC ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ IDM എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നത്. അതായത് ഫിറ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള IDM കൊണ്ടുണ്ടായിരുന്നത്. ഭയങ്കര സ്പീഡാണ് ആ സാധനത്തിന് PC-യിൽ. പക്ഷേ നമ്മുടെ മൊബൈലിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. ഞാൻ വേറെയും കുറേ ഡൗൺലോഡ്സ് ഒക്കെ നിങ്ങൾക്ക് വേറെയും കുറേ ഡൗൺലോഡർ ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അതിൽ തന്നെ നിങ്ങൾക്കിപ്പം ADM സെർച്ച് അടിക്ക് 1DM അങ്ങനെ കുറേ പേരുണ്ടാവും. അതിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും നല്ലോണം യൂസ് ചെയ്യാൻ സിമ്പിളായി തോന്നിയ സാധനം ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കാണിച്ചാൽ അതിൻ്റെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ADM ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ ഇവിടെ കാണും. ഇവിടെ ഇൻ്റർഫേസ് ഇങ്ങനെ കാണും. അതിൽ എപ്പോഴും താഴെ കണ്ട ഒരു പ്ലസ് ബട്ടൺ, ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട സാധനത്തിൻ്റെ ലിങ്ക് ഉണ്ടാവുമല്ലോ. ഫയർ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിൾ എൻ്റെ ഒരു വീഡിയോത്തെ മറ്റേ 7 ലൈറ്റ് വെർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ നമുക്ക് കാണിച്ചു തരാം. എൻ്റെ കേസ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ മീഡിയ ഫയർ ഡയറക്റ്റ് ലിങ്ക് തരാൻ വേണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ഇതെങ്ങനെ. ഇപ്പം ഞാൻ അവിടെ ലിങ്ക് മുകളിൽ പേസ്റ്റ് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചാൽ വേണ്ടിയാണ് ഞാൻ ഇടുന്ന സ്പീഡ് ഡൗൺലോഡ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഞാൻ ഒരു ഊഹം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 5 MB/s സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 7 GB ഫയലൊക്കെ കൂടിപ്പോയാൽ 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം സുഖമായിട്ട്. അതായത് അതിനനുസരിച്ച് നെറ്റും വേണം കേട്ടോ. അത് കാര്യം സ്പീഡില്ലാത്തവരുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അവിടെ കണ്ടില്ലേ, നെയിമുള്ള ഭാഗത്ത് അവിടെ വേറെ എന്താണ് എഴുതി വന്നിരിക്കുന്നത്. പക്ഷേ ഇതവിടെ അടിയിൽ കണ്ടോ, അവിടെ ബ്രൗസർ കുറേ സാധനം. ഇതിപ്പോൾ ഒരു ഫയലിൻ്റെ ലിങ്ക് ആയതുകൊണ്ട് നമ്മളിവിടെ ബ്രൗസർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ആഡ് കാണും. ഓക്കെ സാർ, അപ്പോൾ ആഡ് സ്കിപ്പ് ആക്കിയ ശേഷം നിങ്ങൾക്ക് അത് ജസ്റ്റ് ആഡ് കഴിഞ്ഞ് നിങ്ങൾ നേരെ നമ്മുടെ ഫയലിൻ്റെ ലിങ്കിലേക്ക് നേരെ ട്രാൻസ്ഫർ ആവും. അതായത് ഇതിൻ്റെ വെബ് പേജിൽ ഓപ്പൺ ആവും. ഇവിടെ കണ്ടില്ല GTSൻ്റെ ഞാൻ തന്നിരിക്കുന്ന ഫയൽ നിങ്ങൾ ജസ്റ്റ് ശരിക്കും ലിങ്ക് എങ്ങനെ ഓപ്പൺ ചെയ്ത് ചോദിച്ചാൽ ജസ്റ്റ് ആ സബ്റ്റ് അൺലോക്ക് അത് ഓൺ ആക്കുക. എന്നിട്ട് അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ അവിടെ ഞെക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് താഴത്തേക്ക് അതൊന്ന് ഞെക്കി കഴിഞ്ഞിട്ട് അത് അവിടെ സ്റ്റെപ്പ് 1 ക്ലിയർ ആയ ശേഷം മാത്രമേ അടുത്ത് ഞെക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞെക്കി ലാസ്റ്റ് അൺലോക്ക് ലിങ്ക് പറഞ്ഞുണ്ടോ, അത് എനേബിൾ ആവും. അപ്പോൾ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിലേക്ക് തിരിച്ചെത്തും. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ മീഡിയ ഫയർ ഡയറക്റ്റ് ലിങ്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാ മീഡിയ ഫയൽ ഡൗൺലോഡ് ചെയ്ത് പോലത്തെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നില്ല, GTA.7z പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ബ്രൗസർ വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിപ്പോൾ സ്റ്റാർട്ടായി, ആ ഒരു ഡൗൺലോഡിങ് സ്റ്റാർട്ടായി. നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പ്ലസ് ബട്ടൻ്റെ ഇപ്പുറത്ത് കണ്ടോ ഒരു ശരീൻ്റെ ഒരു ബട്ടണും അപ്പുറത്തൊരു പോസ് കൊണ്ടൊരു ബട്ടൺ എന്താ അത് ക്ലിക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊടുക്കുന്ന സാധനമാണ്. ഇപ്പോൾ കണ്ടില്ല, എൻ്റെ ഞാൻ വൈഫൈയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് 1 MB/s ഒക്കെ ഇപ്പോൾ ഇടയ്ക്ക് സ്പീഡ് കുറഞ്ഞു പോകും. കാരണം ഇപ്പോൾ ഞാൻ അടുത്ത സെക്കൻഡ് കൊണ്ട് 58-60 MB ഒക്കെ ഇപ്പോൾ തന്നെ ഹിറ്റായി. നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഫയൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മീഡിയ ഫയർത്തെ ഫയൽസൊക്കെ സുഖമാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വെബ് ബ്രൗസറിൽ കൂടെ കയറി അവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താലേ ഇവിടെ ഡൗൺലോഡ് കയറുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ ബെസ്റ്റ്, അതായത് ഇതിൽ നമുക്ക് സെറ്റിങ്സ് പോയി റെഡിയാക്കാനും പറ്റും. ഡൗൺ സ്പീഡ് കൂട്ടണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു അടി കണ്ടു സെറ്റിങ്സിൻ്റെ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഇങ്ങനെ പോകുമ്പോൾ മുകളിൽ ഡൗൺലോഡിങ് കണ്ടത് ഇവിടെ ഡൗൺലോഡിങ് കണ്ടോ, അവിടെ കണ്ടോ സൈമിൾട്ടേനിയസ് ഡൗൺലോഡ് പറഞ്ഞിട്ട് ഈ സാധനം 5 ഇടുക ഗൈസ്. പിന്നെ ഈ ത്രെഡ്സ് പെർ ഡൗൺലോഡ് പറഞ്ഞ സാധനം അത് 32 ഇടുക, അല്ല 16 ത്രെഡ് ഇടുക, 16 ത്രെഡ്. പിന്നെ ഡൗൺലോഡ് സ്പീഡ് നിങ്ങൾക്ക് വേണ്ടനുസരിച്ച് കണ്ട ഞാൻ അവിടെ മാക്സ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് എത്ര സ്പീഡ് കിട്ടിയത്. പിന്നെ മൾട്ടി ത്രെഡ് പറഞ്ഞ ഈ സാധനം ക്ലാസിക് ആയിരിക്കും ചിലപ്പോൾ കിടക്കേണ്ടത്, അത് സ്മാർട്ടാക്കി ഇടുക. യൂസർ ഏജൻറ്റ് പറയുന്ന സ്ഥലത്ത് പിന്നെ ആൻഡ്രോയിഡ് സ്റ്റോക്ക് ഒന്ന് ഇടുക. പിന്നെ പോസ് ആഫ്റ്റർ എറർ 16 സെക്കൻഡ് ഇടുക.
ഇത്ര നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പോൾ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ 3 ലൈൻസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്കുമ്പോൾ നമുക്കിത് ഇവിടെയും കാണുന്നുണ്ടാവും ത്രെഡ്സ് പെർ ഡൗൺലോഡ്. അത് ഇവിടെ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പയ്യാറൊക്കെ ഇടാൻ പറ്റും. അടിയിൽ ഇത് കുറച്ച് അടിയിൽ ഡൗൺലോഡ് ടൊറൻസ് എന്നിട്ട് അത് ഓണാക്കി ഇടുക. അത് ഓണാക്കി ഇടണം. അതിന് താഴത്തെ സീക്വൻഷ്യൽ ഡൗൺലോഡിങ് ഓണാക്കി ഇടണം. സീഡിങ് ടൊറൻസ് സാധനം ഓണാക്കി ഇടണം. പിന്നെ സൈമിൾട്ടേനിയസ് സീഡിങ് സാധനം 32 ഇത് മാക്സിൽ ഇടുക. പിന്നെ അപ്ലോഡ് സ്പീഡ് മാക്സ് തന്നെ ഇടുക. അതായത് നമ്മളിപ്പം ഇതാക്കണ്ടോ ഇത്രയും 200 MB സാധനം എൻ്റെ ആ 1 MB/s സ്പീഡിൽ ഇത്രയും പെട്ടെന്ന് ലോഡായി കിട്ടിയത്. അവിടെ ഈ ശരിയുള്ള ചിഹ്നം കാണിച്ച് കഴിഞ്ഞാൽ ശരിയുള്ള അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സാധനം ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത് എവിടെ നിന്ന് കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഡയറക്ടറിൽ എവിടെ കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ വേണം നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ ഡിലിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വിത്ത് ഫയൽ അയക്കേണ്ട ഡിലിറ്റ് ആവും. ഞങ്ങൾക്ക് കാണിച്ചിട്ട് എവിടെയുള്ളത് ആദ്യം ഫയൽ എവിടെ ഉണ്ടാവും കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ബാക്ക് ഇറങ്ങുക. സെഡ് കയറി ഞാൻ കുറേ കാണിച്ചു തരാറില്ല. സെഡ് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. ഇതാ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ട് ഗൈസ്. ADM ഒരു സാധനം ഉണ്ടാവും. ഒരു ഫയൽ ഉണ്ടാവും. അതായത് ഈ ഫോൾഡർ ആക്സസ് കൊടുക്കുന്ന സമയത്ത് ADM ഒരു സാധനം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും അവിടെ ഡൗൺലോഡ്സിൽ. അവിടെ പോയി കഴിഞ്ഞാൽ ഇതാക്കണ്ടോ അവിടെ ഇതാക്കണ്ടോ GTSൻ്റെ ഞാൻ കാണിച്ചു തന്ന ഫയലുള്ളത്. അതായത് നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ കാണിച്ചു തന്നെ ജയിക്കൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അടിപൊളി ഡൗൺലോഡറാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കുറേ GT Sandersൻ്റെ കുറേ ഹൈ ഗ്രാഫിക്സ് മോഡ് വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ലിങ്ക് വർക്കാവുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് GT Sandersൻ്റെ RTX ടൈപ്പ് ഒരു ഗ്രാഫിക്സ് മോഡ്. അത് കണ്ടങ്ങടെ കിള്ളി പാറും ഗൈസ്. അജ്ജായ സാധനം. ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇട്ടേക്കുന്ന ഒരു ഗ്രാഫിക്സ് മോഡ് ഉണ്ട്. അതായത് ലോന് ഡിവൈസിനൊക്കെ സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് മോഡ്. ആ ഗ്രാഫിക്സ് മോഡിൻ്റെ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നല്ലേ പറഞ്ഞേ. അത് കുറേ ആൾക്കാർ അതിൻ്റെ കാടി കമൻറ്റ് ചെയ്തിട്ട് ഞാൻ പറ്റാത്ത കുറച്ചൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ രണ്ടെണ്ണത്തിന് കൂടെ, അതായത് ആ ഒരു അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോൻ്റെ ആ ഒരു ഫയലും കൂടെ അന്ന് കിട്ടാണ്ട് പോയ ആൾക്കാർക്ക് ഇപ്പോൾ ഞാനും അത് കയറി വയ്ക്കുക. ആ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഇൻവാലിഡ് ആയി പോയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന വീഡിയോൻ്റെ കൂടെ അവിടെ താഴെ തന്നെ ആ ഒരു മോഡിൻ്റെ താഴെ തന്നെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മറ്റേ വീഡിയോ കാണിച്ചേക്കുന്ന ഗ്രാഫിക്സ് മോഡിൻ്റെ ഫയലോടെ മീഡിയ ഫയർ എന്നുള്ള ഡയറക്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് മറ്റേ വീഡിയോ തന്നെ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.